പഠിക്കുന്ന സമയത്ത് 50-30-20 സ്റ്റഡി സ്പ്ലിറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന ആ സമയത്തെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 50% നിങ്ങളിപ്പോൾ കറൻ്റ്ലി എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 50% സമയം മാറ്റി വെക്കുക. ഇനി ബാക്കിയുള്ളതിൽ 30% നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങൾ മിസ്സായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത നിങ്ങളുടെ പഴയ ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 30% സമയം ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ള 20% ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ചാപ്റ്ററിലേക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത്, ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റിവിഷൻ സ്റ്റേജിൽ നടത്താം. റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആക്റ്റീവ് റീകോൾ മെത്തേഡ് യൂസ് ചെയ്യാം, ബ്ലർട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യാം. പിന്നെ അതേപോലെ പാസ്റ്റ് പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് റിവ്യൂ നടത്താം. ഈ കാര്യങ്ങളൊക്കെ റിവിഷൻ നടത്തുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിൽ അതിൽ 2.5 മണിക്കൂർ എന്ത് ചെയ്യുക, കറണ്ട് ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുക. അതേപോലെ 1.5 മണിക്കൂർ നിങ്ങൾ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇനി ബാക്കിയുള്ള 1 മണിക്കൂർ റിവിഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുക. സോ ഈ മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക.